നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന ഈ വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് പാർലമെന്റ് ഈ നിയമം കടന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ 150 ദിവസത്തിലധികം 200ഓളം ദിവസമായിട്ട് ഈ മുനമ്പത്തെ നൂറുകണക്കിന് കുടുംബങ്ങൾ അവർ സമരത്തിലാണ്. ഈ കുടിയിറക്കൽ ഭീഷണി, അതിനെ തുടർന്ന് അവർ 100-200 ദിവസമായിട്ട് സമരത്തിലാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ വഖഫ് ബില്ല് അത് രാജ്യസഭ കൂടി കടന്നതോടെ മുനമ്പൻ നിവാസികൾ അവർ വലിയ ആഘോഷത്തിലായിരുന്നു. പടക്കം പൊട്ടിച്ചും അതുപോലെ മുദ്രാവാക്യം വിളിച്ചുമൊക്കെയായിരുന്നു അവരുടെ ആഹ്ലാദ പ്രകടനം. അപ്പോൾ നമുക്ക് ഇനി പോകേണ്ടത് മുനമ്പത്തേക്കാണ്, മുനമ്പത്തെ കാഴ്ചകളിലേക്കാണ്, അവരുടെ പ്രതികരണങ്ങളിലേക്കാണ്. ഇന്നലെ കുറച്ച് പ്രതികരണങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ് അവരുടെ. അപ്പോൾ ഇന്നിപ്പോൾ എന്താണ് അവരുടെ അവസ്ഥ, എങ്ങനെയാണ് അവരുടെ പ്രതികരണം? അവർ തീർച്ചയായും സന്തോഷത്തിലാണ്, കാരണം ഇന്നലത്തെ അവിടുത്തെ ദൃശ്യങ്ങളൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി മുനമ്പത്ത് നിന്ന് ചേരുന്നുണ്ട്, അജിത് ബാബു. നമുക്ക് അജിത്തിലേക്ക് പോവാം. അജിത്ത്, ഗുഡ് മോർണിംഗ്. ഇന്നലെ രാജ്യസഭ കൂടി ബില്ല് കടന്നതോടെ ഈ മുനമ്പൻ നിവാസികൾ പടക്കം പൊട്ടിച്ച് മുദ്രാവാക്യം വിളിച്ചുമൊക്കെയാണ് ബില്ലിനെ വരവേറ്റത്. പക്ഷെ അപ്പോഴും അവർ പറയുന്നുണ്ട് തങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ അത് സംരക്ഷിക്കപ്പെടുന്നത് വരെ സമരം തുടരുമെന്ന്. അപ്പോൾ ഇന്നിപ്പോൾ രാജ്യസഭ കൂടി ബില്ല് കടന്ന ഒരു പുലർവേളയിലാണ് നമ്മൾ രണ്ടുപേരും നിൽക്കുന്നത്, മുനമ്പത്ത് അജിത്ത് നിൽക്കുന്നത്. എന്താണ് ഈ ദിവസത്തെ അവിടുത്തെ ഒരവസ്ഥ? ഗുഡ് മോർണിംഗ് അജിത്ത്. ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. മുനമ്പത്തെ സംബന്ധിച്ച് നമുക്കറിയാം, കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിന്റെ രാഷ്ട്രീയ മേഖലയിൽ വലിയ സജീവ ചർച്ചയാകുന്ന ഒരു പ്രശ്നമാണ്. 174 ദിവസമാണ് ഇപ്പോൾ ഈ സമരം ഭൂസംരക്ഷണ സമിതി നടത്തുന്നത്. ഈ സമരവുമായി ബന്ധപ്പെട്ട് BJP കേരളത്തിൽ വലിയ തരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഇടപെടുകയും ചെയ്തൊരു സമരമാണ്. മാത്രമല്ല, ഒരു രാഷ്ട്രീയ പരീക്ഷണശാലയായി തന്നെ BJP മുനമ്പത്തെ ഉപയോഗിക്കുന്നതായിട്ടുള്ള വിമർശനങ്ങളടക്കം ഉയരുന്ന ഘട്ടമാണ്. ലോക്സഭയിലും രാജ്യസഭയിലും വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ചകളിലുടനീളം മുനമ്പൻ ചർച്ചാ വിഷയമാകുന്നതും അതുകൊണ്ട് തന്നെയാണ്. കിരൺ റിജിജു തന്നെ ലോക്സഭയിൽ ഈ ചർച്ചയിൽ മുനമ്പത്തിന്റെ പ്രശ്നമടക്കം പരിഹരിക്കപ്പെടുമെന്ന് എടുത്തു പറയുന്ന സാഹചര്യമുണ്ടായി. ഇന്നലെ രാജ്യസഭയിൽ ഈ ചർച്ച നടന്ന ഘട്ടത്തിലും വലിയ തരത്തിലുള്ള ചർച്ചകൾ മുനമ്പവുമായി ബന്ധപ്പെട്ടുണ്ടായി. സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർ മുനമ്പത്തെ കോട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായത് നമ്മൾ കണ്ടതാണ്. ആ രാത്രി മുഴുവൻ ഈ രാജ്യസഭയിൽ നടന്ന നീണ്ട ചർച്ചകളുടെ സമയത്ത് ഉൾപ്പെടെ ഈ സമരസമിതിയിൽ എല്ലാ ആളുകളും ഒത്തുകൂടിക്കൊണ്ട് ഒരുമിച്ചിരുന്ന TV-യിൽ ഇത്തരത്തിലെ രാജ്യസഭയിലെ ചർച്ചകൾ ഉൾപ്പെടെ കാണുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം രാജ്യസഭ ഇത്തരത്തിൽ ഈ മുനമ്പം പ്രശ്നങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യുന്നതെല്ലാം വലിയ തരത്തിൽ ഇവർ കാണുന്ന സാഹചര്യമുണ്ട്. അതിനുശേഷം ബില്ല് രാജ്യസഭ കടന്നതോടുകൂടി ഇവിടെ ഒരു പ്രകടനം നടത്തുകയും സുരേഷ് ഗോപിക്കും ജോർജ് കുര്യനും രാജീവ് ചന്ദ്രശേഖരനും ഒക്കെ അനുകൂലമായി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രകടനം നടത്തുന്നത് രാത്രിയിൽ തന്നെ. അതായത് അത്രയും വൈകിയാണ് രാജ്യസഭയിലെ ചർച്ചകൾ ഉൾപ്പെടെ അവസാനിച്ചത് നമുക്കറിയാം. ആ സമയത്ത് ഇത്തരത്തിൽ പ്രകടനം നടത്തി അതിനുശേഷമാണ് അവർ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടായത്. ഇന്ന് ഈ സമരവേദിയിലേക്ക് അല്പസമയത്തിനുള്ളിൽ തന്നെ അവരെ എല്ലാം എത്തും. ഏതാണെങ്കിലും വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉൾപ്പെടെ ഉയർത്തിക്കൊണ്ടായിരുന്നു സമരം. ഇതിൽ ഇവർ പറയുന്ന ഒരു പ്രധാന വിഷയം, സംസ്ഥാന സർക്കാരും CPM-ഉം കോൺഗ്രസും തങ്ങൾ പ്രതീക്ഷിച്ച നിലയിലല്ല ഈ കാര്യത്തിൽ ഇടപെട്ടത്. BJP നേതാക്കളാണ് തങ്ങളുടെ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്തുകൊണ്ട് അത് പരിഹരിക്കാൻ വേണ്ട തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ BJP-ക്ക് അനുകൂലമായിട്ടുള്ള BJP നേതാക്കൾക്ക് അനുകൂലമായ മുദ്രാവാക്യങ്ങൾ ഉൾപ്പെടെ ഇന്നലെ മുഴക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇന്ന് രാജീവ് ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ള NDA-യുടെ നേതാക്കൾ, തുഷാർ വെള്ളാപ്പള്ളി അടക്കമുള്ള നേതാക്കൾ ഇന്ന് ഈ സമരവേദിയിൽ എത്തുന്നുണ്ട്. ആ സമരവേദിയിൽ എത്തിയതിനു ശേഷം അവർ പറയുന്ന വാക്കുകളും വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ കേൾക്കാനാണ് രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്നത്. ഏതാണെങ്കിലും മുനമ്പം അങ്ങനെ തന്നെയാണ്.